Hi everyone, good evening. നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഒരു പ്രീ മാർക്കറ്റ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഈച്ച് ഡേയിൽ ചെയ്യുന്നതല്ല, നമ്മളൊരു വീക്ക്ലി നരേറ്റീവ് ഏത് ഡയറക്ഷനിലോട്ടായിരിക്കും എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഗോൾഡിൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡെയിലി ക്യാൻഡിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സെൽ സൈഡ് ഇംബാലൻസ് ബൈ സൈഡ് ഇൻഎഫിഷ്യൻസി കാണാം, ഒരു സിബി കാണാം. ഈ ഒരു സിബിയുടെ 50% നല്ലൊരു സപ്പോർട്ടായിട്ടാണ് ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സപ്പോർട്ട് തന്നെയാണ് 2 ദിവസം മുമ്പത്തെ ഈ ഹൈയിലോട്ട് പ്രൈസിനെ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബട്ട് നമ്മളൊരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നത് കഴിഞ്ഞ 1 വീക്കിലെ ഈ ഒരു വീക്ക്നെസ്സിന് മൊത്തം കാരണമായിട്ടുള്ള ഏറ്റവും വലിയ റിജക്ഷൻ സോണാണ്. ഓക്കെ, ഈ ഒരു സോണിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് കയറി ഒരു തവണ കയറാൻ ശ്രമിച്ചു. ബട്ട് ഇമ്മീഡിയറ്റ്ലി റിജക്ഷൻ വന്നിട്ട് റിജക്ഷൻ കിട്ടിയതിന് ശേഷം മാർക്കറ്റ് തിരിച്ചു വീണത് നമ്മളെ ഡെയിലി സിബിയുടെ 50%ലോട്ടാണ്. ഈ 50% നിന്നാണ് മാർക്കറ്റ് ബുള്ളിഷായതും ഇവിടെ നിന്നൊരു 1 മിനിറ്റ് സിബി എന്നാണ് നമുക്ക് ഈ ഒരു 50%ലോട്ടുള്ള ഈ ഒരു ട്രേഡ് നമ്മളെടുത്തത്. ഇതൊരു ലാസ്റ്റ് മൊമെൻ്റ് ആയിരിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. സോ അതിന് ശേഷമാണ് നമുക്ക് ഈ ന്യൂയോർക്കിൻ്റെ പ്രീ മാർക്കറ്റ് സെഷനിൽ ഒരു നല്ല റാലി വന്നു. ഈ ലിക്വിഡിറ്റി എല്ലാം അറ്റാക്ക് ചെയ്തു, മാർക്കറ്റ് മുകളിലോട്ട് പോയി. ബട്ട് മുകളിലോട്ട് പോയ മാർക്കറ്റിന് ഒരിക്കലും ഇതിൻ്റെ 50%ൻ്റെ അപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പം ഈ ഒരു സംഗതി നമുക്ക് മനസ്സിലാവില്ല. ഡെയിലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഈ ഒരു സംഗതി ഇവിടെ ഉണ്ടാവില്ല. അതിനു പകരം ഈ ഹോൾ വിക്കിൻ്റെ അനോട്ടേഷൻ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ 50%ന് മുകളിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും. ബട്ട് ഇതെന്ന് പറയുന്നത് ഹെവിലി സെല്ലേഴ്സ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതിൻ്റെ ഉള്ളിൽ ആണ് മാർക്കറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ല ഡെയിലി ക്യാൻഡിൽ. സോ നെക്സ്റ്റ് വീക്കിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള, നിങ്ങൾ 15 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വിക്ക്, 15 മിനിറ്റിൽ ഒരു 1 അവർ മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഈ ഒരു വിക്ക് ക്രോസ് ചെയ്യാൻ മാർക്കറ്റ് ഒരുപാട് തവണ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇന്നലെയും ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും അതിൻ്റെ താഴെയാണ് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് മുകളിലോട്ടൊരു ട്രേഡ് സെറ്റപ്പ് ഇവിടുന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഏരിയൻ്റെ മുകളിലോട്ട് ട്രേഡ് സെറ്റപ്പ് നോക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തീർച്ചയായും ഈ ഒരു 50%ൻ്റെ എബോവ് സ്ട്രോങ് മൂവ്മെൻറ്റ് കാണിച്ചിരിക്കണം. അതുപോലെ ഈ ഒരു 50%ൻ്റെ താഴെയായിട്ട് നമുക്ക് നല്ലൊരു ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു മൊമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ മൊമെൻ്റ് കിട്ടുന്നത് എങ്കിൽ നമുക്ക് പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. അടുത്ത ടാർഗറ്റ് ഏതായിരിക്കും വരിക? അടുത്ത ടാർഗറ്റ് നമ്മളെ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ വേറെ ഒരു ലിക്വിഡിറ്റി വോയിഡ് ഉണ്ട്. ഈ കാണുന്നത് മൊത്തം ലിക്വിഡിറ്റി വോയിഡാണ്. മോസ്റ്റ് പ്രോബബ്ലി ഗോൾഡ് ഈ ഒരു ലിക്വിഡിറ്റി വോയിഡ് ഫുൾഫിൽ ചെയ്യാനായിരിക്കും മൂവ് ചെയ്യുക. സോ നമ്മളെ ഈസി ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു ഇംബാലൻസിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% ആക്കാം. 50% നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഹോൾ ടാർഗറ്റായിട്ട് എടുക്കാം. ഇഫ് പ്രൈസ് സ്റ്റേസ് എബോവ് ഇതിന് മുകളിലായിട്ട് പ്രൈസ് സ്റ്റേ ചെയ്യുവാണെങ്കിൽ,
ഇതിനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇന്ന് 1 മിനിറ്റിൽ കാണിച്ചു തരാം. ആ ഒരു 15 മിനിറ്റിൽ ഞാൻ എടുത്തേക്കുന്ന ഹൈ ഇൻട്രസ്റ്റഡ് റിജക്ഷൻ ഉള്ള സോണിൻ്റെ ഞാൻ ട്രേഡ് ചെയ്യുമ്പം എപ്പോഴും യൂസ് ചെയ്യുന്നൊരു സംഗതിയാണത്. ഈ സെയിം സംഗതി 1 മിനിറ്റിലുണ്ട്. ഇന്നലത്തെ ട്രേഡിൽ വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ താഴോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നന്നായിട്ട് റിജക്ഷൻ വന്നിട്ടുള്ള ഒരു സോണാണിത്. ഈ സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് പിന്നെ ഇവിടെ ഹോൾഡ് ചെയ്യണമെന്നില്ല. ഈ സോണിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. കാരണം ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സൽ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. നമുക്കത് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത്. സോ ചെറിയ ലാഭമെങ്കിൽ ചെറിയ ലാഭം കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഹൈ ഇൻട്രസ്റ്റഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഹൈ ബിഡ് വരുന്ന ഇങ്ങനത്തെ ഒരു ഏരിയ നമുക്ക് ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ, ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. സോ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് താഴോട്ട് വരാൻ കുറച്ചധികം സമയം എടുക്കും. ബട്ട് ഇന്നലെ വളരെ ഈസി ആയിട്ട് വന്നു. ഇന്നലെ വളരെ ഈസി ആയിട്ട് വന്നത് സെല്ലിങ് പ്രഷർ കൊണ്ടല്ല, ഇതൊരു പ്യുവർ ലിക്വിഡിറ്റി റൈഡാണ്. ഈ നമ്മൾ ഇതിന് ശേഷം കണ്ടിട്ടുള്ള ഇത്രയും വലിയ റാലിക്ക് ഫ്യൂൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലിക്വിഡിറ്റി റൈഡാണ്. ഓക്കെ, ഇതിൽ നമ്മുടെ ടാർഗറ്റ് ഇതായിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ മറ്റൊരു ഹൈ ഇൻട്രസ്റ്റഡ് ഏരിയ ആണിത്. ഈ ഒരു റിജക്ഷൻ കണ്ടില്ലേ, ഈ ഒരു റിജക്ഷനിലേക്ക് വീണ്ടും പ്രൈസ് വരാൻ ശ്രമിച്ചു. ബട്ട് അപ്പോൾ തന്നെ വീണ്ടും മുകളിലോട്ട് പോയി. സോ ഇത് അടുത്ത ഒരു ഇൻട്രസ്റ്റഡ് ഏരിയ ആണ്. ഇതിൻ്റെ കുറച്ച് താഴെയായിട്ടായിരുന്നു ഞാൻ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം ഏകദേശം പാർ നിയറിൽ വന്നിട്ട് മാർക്കറ്റ് റിജക്റ്റായി. രണ്ടാമതും സ്റ്റോപ്പ് ഔട്ട് ആയില്ല, ടി പി അടിച്ചില്ല, ജസ്റ്റ് ബൗൺസ് ബാക്ക് ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. സോ ഇതാണ് ഞാൻ മുകളിൽ കാണിച്ചേക്കുന്ന ആ 1 ഹവറിലുള്ള ഹൈ ഇൻട്രസ്റ്റഡ് ഹൈ റിജക്ഷൻ ഏരിയയുടെ ഒരു 1 മിനിറ്റിലുള്ള എക്സാമ്പിൾ. ഇത് ഞാൻ ഡെയിലി ട്രേഡ് ചെയ്യുന്ന സമയത്ത്, ഇതിൻ്റെ ട്രേഡ്സ് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഇതുപോലെ ഹൈ ഇൻട്രസ്റ്റഡ് ഏരിയാസ് ഞാൻ മാർക്ക് ചെയ്യാറുണ്ട്. ആ ഏരിയാസ് എങ്ങനെയാണ് റിജക്റ്റ് ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഈ ഏരിയ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഇത് നമ്മൾ ഏത് ടൈം ഫ്രെയിമിലെന്നല്ല, ഈവൻ 1 മിനിറ്റിലാണെങ്കിലും 1 ഹവറിലാണെങ്കിലും 1 ഡേയിലാണെങ്കിലും ഈവൻ 1 വീക്കിലാണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാം. സോ നമ്മൾ 5 മിനിറ്റിലോട്ട് വരാം. ഈ ഒരു ഏരിയയുടെ 50% മുകളിൽ മാർക്കറ്റ് സർവൈവ് ചെയ്യാത്തടത്തോളം കാലം ഗോൾഡ് ബുള്ളിഷ് അല്ല, ഗോൾഡ് വീക്കായിരിക്കും. ഈ ഒരു ഏരിയയുടെ 50% മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് ബുള്ളിഷ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ബട്ട് പ്രൈസ് ആക്ഷൻ കണ്ടിട്ട് ബുള്ളിഷ് ആവാൻ തന്നെയാണ് സാധ്യത. കാരണം ഈ ഒരു സെൽ സൈഡ് ഡെയിലിയിലുള്ള സിബി ക്ലിയർലി 50% എബവ് എന്നാണ് മാർക്കറ്റിനെ പുൾ ചെയ്തിട്ടുള്ളത് മുകളിലോട്ട്. സോ അതിന് നല്ല സാധ്യതയുണ്ട്. ബട്ട് ഇപ്പോഴും നമുക്ക് ഇൻട്രാഡേ ലെവലിൽ കൺഫർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ, മുകളിലോട്ട് ട്രേഡ് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 50% എബോന്ന് ട്രേഡ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ പ്രൈസ് നിൽക്കുന്നിടത്തോളം കാലം ട്രേഡ് ചെയ്യാൻ വളരെ ട്രിക്കി ആയിരിക്കും. സോ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം, ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഇനി ഇതിനെല്ലാം അപ്പുറം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്, നമ്മളൊരു ട്രേഡ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് US ഡോളറിൻ്റെ സിറ്റുവേഷൻ നോക്കണം. സോ US ഡോളറിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, US ഡോളർ തന്നേക്കുന്ന ഈ ഒരു ഫാളില്ലേ, ഈ ഒരു ഫാളിൻ്റെ ഏക ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്കിലി ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതായിരുന്നു. വീക്കിലി ഗ്യാപ്പ് ഫില്ല് ചെയ്ത ഉടനെ തന്നെ മാർക്കറ്റ് എവിടോട്ട് പോയി, തിരിച്ച് ബൗൺസായി. പക്ഷെ തിരിച്ച് ബൗൺസായെങ്കിലും ഈ ഒരു 50% സോണിന് മുകളിൽ ക്ലോസ് ചെയ്തു. അത് നല്ല കാര്യമാണ്. ഡോളർ ബുള്ളിഷ് ആവും. ഡോളർ ബുള്ളിഷ് ആവാനാണ് ഈ ഒരു ഒറ്റ പ്രൈസ് ആക്ഷൻ നമുക്ക് കാണിച്ചു തരും. ബട്ട് ഇമ്മീഡിയറ്റ് ബുള്ളിഷ് അല്ല ഉദ്ദേശിക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി ബുള്ളിഷ് ആവാം, ആവാതിരിക്കാം. മാർക്കറ്റ് ആക്യുറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ബട്ട് ഈ ഒരു റിജക്ഷൻ എന്ന് പറയുന്നത് ഡോളർ ഈ ഒരു ഗ്യാപ്പിലോട്ട് മൂവ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ബട്ട് ഇത്രയും വലിയൊരു ഗ്യാപ്പ് നോർമലി വളരെ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യാറില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡോളർ ഒന്നേൽ ഈ ഒരു വീക്കിലി ഗ്യാപ്പിലേക്കുള്ള റീടെസ്റ്റ് ഒന്നും കൂടി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പോഴേ ഗോൾഡിൽ ശരിക്കും ഒരു ബുള്ളിഷ് മൊമെൻ്റ് ഉണ്ടാവുള്ളൂ. ബട്ട് ഡോളർ ഈ ഒരു വീക്കിലി ഗ്യാപ്പിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുക എന്നുള്ള സിനാരിയോ വളരെ റയറായിട്ട് മാത്രമേ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ എന്തായാലും കാണാൻ സാധ്യതയുള്ളൂ. കാരണം നമുക്ക് ഈ ജിയോ പൊളിറ്റിക്കലി നടക്കുന്ന കാര്യങ്ങൾ അറിയാം. ഡോളറിനെ
എത്രത്തോളം സ്ട്രെങ്തൻ ചെയ്യാനാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് അറിയാം. സോ അതിൻ്റെ റിയാക്ഷൻ ഗോൾഡ് ഡോളർ കുറച്ച് ദിവസമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബുള്ളിഷ്നെസ് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. സോ നമുക്ക് ഡോളറിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻറ്റ് നോക്കുന്ന സമയത്ത് ഈ ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ ഈ ഒരു 50%, അതുപോലെ അപ്പർ ക്വാർട്ടറും അതുപോലെ ലോവർ ക്വാർട്ടറും കംപ്ലീറ്റ്ലി ലോവർ ടൈം ഫ്രെയിമിലാണെങ്കിലും എങ്ങനെയാണ് ഈ ഓരോ ലൈൻസ്, ഈ ഓരോ ക്വാർട്ടേഴ്സ് എങ്ങനെയാണ് പ്രൈസിനോട് റിയാക്ട് ചെയ്യുന്നത്, അതുപോലെ ഏതൊക്കെ സെഷനിലാണ് റിയാക്ട് ചെയ്യുന്നത്, ഏത് സെഷനിലാണ് നമുക്ക് ഈച്ച് ഡേയുടെ ഹൈ ഉണ്ടാക്കുന്നത്, ലോ ഉണ്ടാക്കുന്നത്, ഹൈ ഏത് ക്വാർട്ടറിലാണ്, 50%-ൻ്റെ എബോ ആണോ 50%-ൻ്റെ താഴെയാണോ, ഈ വക കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം ഏത് സെഷനാണ് സ്വീപ്പ് ഔട്ട് ചെയ്യാൻ സാധ്യത ഉള്ളതെന്നുള്ള ഒരു ഫൈനൽ തീരുമാനത്തിൽ നമ്മൾ എത്താൻ. സോ അതിന് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ നാളത്തെ മൊത്തം ദിവസം, നെക്സ്റ്റ് വീക്കിൽ മൊത്തമായിട്ട് ഇരിക്കുന്നത്. സോ ഞാൻ കൺസിഡർ ചെയ്യുന്നത് നെക്സ്റ്റ് വീക്ക് ഗോൾഡിനെ സംബന്ധിച്ച് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. പെപ്പർ സ്റ്റോണിൻ്റെ ചാർട്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഓഹാൻഡൻ്റെ ചാർട്ട് അത്ര ആക്യുറസി ഇല്ല ഇപ്പോൾ. സോ ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയ 1 hour നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് കാണിച്ചു തരാം. നമ്മൾ 1 hour ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഹൈ സെല്ലേഴ്സ് ഹൈലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണെന്ന് പറയുന്നത്. സോ ഇതൊരു ലിക്വിഡിറ്റി പൂള് പോലെയാണ്. പ്രൈസ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ താഴോട്ട് വലിക്കും, താഴെ പോയി കഴിഞ്ഞാൽ മുകളിലോട്ട് വലിക്കും, ലൈക്ക് എ ബ്ലാക്ക് വോം. സോ ഇതിന് മുമ്പ് പ്രൈസ് ഈ ഒരു ഏരിയയിലോട്ട് വന്നപ്പോൾ 1 hour ക്യാൻഡിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 50%-ൻ്റെ അപ്പോൾ സർവൈവ് ചെയ്തിട്ടില്ല. ഇപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് സർവൈവ് ചെയ്തെങ്കിലും ഇമ്മീഡിയറ്റ്ലി റിജക്റ്റ് ചെയ്തു, താഴോട്ട് വന്ന് ക്രോസ് ചെയ്തു. ഇതിലുള്ളൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇതിൻ്റെ ലോവർ ലെവലിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നിട്ടില്ല. സോ മൺഡേയുടെ ഓപ്പണിങ് വളരെ ക്രൂഷ്യലായിരിക്കും. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു 50%-ലേക്ക് ഒരു റിട്ടെസ്റ്റ് എന്തായാലും പ്രതീക്ഷിക്കാം. ഗ്യാപ്പ് അപ്പ് ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു വെയിറ്റ് 50%-ൻ്റെ അപ്പോൾ പ്രൈസ് സർവൈവ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ ഇതാണ് ഗോൾഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് ഫോർ മൈ ട്രേഡിംഗ് സെറ്റപ്പ്. എൻ്റെ ട്രേഡിംഗ് സെറ്റപ്പിൽ ഇത്രയും കാര്യങ്ങളാണ് ഗോൾഡിൽ കറൻ്റ്ലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റപ്പ്. ഇനി പ്രൈസ് ഇതിനെ ഈ ഒരു ഏരിയയിൽ നിന്ന് മുകളിലോട്ട് വരുവാണെങ്കിൽ ഞാൻ മൺഡേ ഇപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ ട്രേഡിങ്ങിന് ഞാൻ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50%-നെ വീണ്ടും 4 പാർട്ടായിട്ട് തിരിക്കും. 50% അപ്പർ ക്വാർട്ടർ, ലോവർ ക്വാർട്ടർ, ഈ രീതിയിൽ തിരിച്ചിട്ടായിരിക്കും ട്രേഡിനെ വീണ്ടും അനലൈസ് ചെയ്യാം. സോ ആ ഏരിയയിലേക്ക് പ്രൈസ് എത്തുന്ന സമയത്ത് നമുക്ക് അങ്ങനെ മാർക്കറ്റിൻ്റെ ഇതൊരു പിവോട്ട് പോലെ യൂസ് ചെയ്താൽ മതി. നമുക്ക് മാർക്കറ്റിൽ ആരും നമുക്ക് പിവോട്ട് തരണമെന്നില്ല, നമുക്ക് തന്നെ ഉണ്ടാക്കാം നല്ല പിവോട്ട്സ്. സോ ഇതൊരു പിവോട്ട് പോലെ യൂസ് ചെയ്യുക. പിവോട്ട് പോലെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ 50% ഒരു സെൻട്രൽ പിവോട്ടായിട്ട് കൺസിഡർ ചെയ്താൽ മതി. മാർക്കറ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ കൺസിഡർ ചെയ്താൽ മതി. സോ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ. പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് എത്തുമ്പം ഒരു മൺഡേ ഓർ ട്യൂസ്ഡേ ഉണ്ടാക്കുന്ന പ്രൈസ് ആക്ഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കറൻ്റ്ലി ഞാൻ കാണുന്നത് ഈ ഒരു 1 hour ഒരു റിജക്ഷൻ ഏരിയ ആണ്. അതുപോലെ ഡെയിലി സിബിയുടെ 50%-ൽ ഓൾറെഡി റിജക്ഷൻ എടുത്തു. ഇതിൻ്റെ 50%-ൻ്റെ മുകളിൽ സർവൈവ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നോക്കാം, അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാം.